ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തികച്ചും അനിതര സാധാരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഔപചാരികമായി ഇവിടെ ആരംഭിക്കുന്നത്. അനിതര സാധാരണത്വം എന്തെന്ന് ചോദിച്ചാൽ, ഇടതു ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുകയും സമർപ്പിത മനോഭാവത്തോടുകൂടി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സംശുദ്ധമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദീർഘകാലം കേരള രാഷ്ട്രീയത്തിലും കേരള നിയമസഭയിലും പ്രത്യേകിച്ചും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട പൊതുസ്വീകാര്യതയുള്ള സമ്മതി ആർജിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി അഡ്വക്കേറ്റ് പി ഐഷ പോറ്റിയാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മികവാർന്ന സവിശേഷത എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നേരത്തെ ശ്രീ ബേബി പടിഞ്ഞാറ്റിക്കര സൂചിപ്പിച്ചപ്പോൾ എനിക്ക് അടിയന്തരമായി കൊല്ലത്ത് 12 മണിയോടുകൂടി എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിലും മറ്റു നേതാക്കളുമൊക്കെ തന്നെ വിശദീകരിക്കും. എനിക്ക് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി ഐഷ പോറ്റിയുമായി നിയമസഭാംഗമെന്ന നിലയിൽ ഞാൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അന്ന് 5 വർഷക്കാലം അവരുടെ നിയമസഭാ പ്രവർത്തനങ്ങളെ നേരിൽ കാണാനും ബോധ്യപ്പെടാനും അവസരമുണ്ടായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ 2014 ഇടതു ജനാധിപത്യ മുന്നണി വിട്ടു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി. ഇപ്പോൾ അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഉൾപ്പെടെ, എന്തിനേറെ പറയുന്നു, കേരള രാഷ്ട്രീയത്തിൽ സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഐഷ പോറ്റിയും അമ്പലപ്പുഴയിൽ സഖാവ് ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇടതു ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാറി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തോടൊപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയം അംഗീകരിച്ചുകൊണ്ട് ഈ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ആ നിയമസഭാംഗം എന്ന നിലയിലുള്ള അവരുടെ പ്രവർത്തനം കൃത്യമായി നിയോജക മണ്ഡലത്തിന്റെ ആവശ്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും സഭയിൽ ഉന്നയിക്കുമ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ സ്വീകരിക്കേണ്ട, പൊതുജീവിതത്തിൽ സ്വീകരിക്കേണ്ട സകല മാന്യതയും പൊതുജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരാളെ കൊണ്ടുപോലും ഒരാക്ഷേപമോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരത്തിനോ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു എന്ന് ഒരാൾക്ക് പോലും പറയാൻ കഴിയാത്ത സംശുദ്ധമായ പൊതുജീവിതത്തിൻ്റെ ഉദാത്തമായ രാഷ്ട്രീയ മാതൃകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി കൊട്ടാരക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി എന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് മുൻകൂറായി തന്നെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിതര സാധാരണത്വം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് തന്നെയാണ്. അതാണിപ്പോൾ അമ്പലപ്പുഴയിൽ, ഞാൻ എല്ലാ സ്ഥലങ്ങളിലേക്കും, പയ്യന്നൂരിൽ മത്സരിക്കുന്നത് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി സൗ കുഞ്ഞികൃഷ്ണൻ, അതുപോലെ തൊട്ടപ്പുറത്ത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി, അങ്ങനെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ അത് സംശുദ്ധിയോടുകൂടി പൊതുജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിൻ്റെ പ്രതീകങ്ങളായി കേരള സമൂഹത്തിൽ അറിയപ്പെടുകയും ചെയ്ത പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത്. എന്തുകൊണ്ട് എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ CPM-നും ഇടതു ജനാധിപത്യ മുന്നണിക്കും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇടതുപക്ഷ മൂല്യങ്ങൾ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവന്റെ പക്ഷം നിൽക്കുന്നത്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തോടൊപ്പം നിൽക്കുന്നത്, അടിച്ചമർത്തപ്പെട്ട അധസ്ഥിത പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കുന്നത്, ശരിയോടൊപ്പം നീതിയോടൊപ്പം നിലകൊള്ളുന്നത്, ഒരു സംശയവും വേണ്ട, ദേശീയ തലത്തിലും കേരളത്തിലും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ ഇന്ന് രാജ്യത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പുതുയുഗ യാത്രയിൽ അടക്കം സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
CPM ഇന്ന് ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാറിയിരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങളല്ല, വർഗരാഷ്ട്രീയ സിദ്ധാന്തമല്ല, അധികാര താല്പര്യത്തിനും സാമ്പത്തിക താല്പര്യത്തിനും വേണ്ടി ഏത് അവിഹിത മാർഗത്തിനും കുടപിടിക്കുന്ന നിലയിൽ എല്ലാ മൂല്യങ്ങളെയും ബലികഴിച്ചുകൊണ്ട് ഏറ്റവും പ്രതിലോമകരമായ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ രാഷ്ട്രീയമായി ആ രാഷ്ട്രീയത്തിന്റെ പിൻഗാമികളായി ഇന്ന് കേരളത്തിലെ CPM-ഉം ഇടതു ജനാധിപത്യ മുന്നണിയും മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യം പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതാൻ പോകുന്നത് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും മാത്രമല്ല, അനുഭാവികൾ മാത്രമല്ല, നിഷ്പക്ഷ സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല, രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷ സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നത് CPM-ലെയും CPI-ലെയും ഒരു വലിയ വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വിധി എഴുതുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അവർക്ക് നല്ലതുപോലെ അറിയാം, ഒരു പ്രാവശ്യം കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അപ്രസക്തമാകും. ബംഗാളും ത്രിപുരയും കേരളത്തിൽ ആവർത്തിക്കുമെന്ന് നല്ല ബോധ്യമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM CPI പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരായി അനുകൂലമായി വിധി എഴുതുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വർദ്ധിതമായ രാഷ്ട്രീയ പ്രാധാന്യം പുതുയുഗയാത്രയിൽ നമ്മൾ വിശദീകരിച്ചു. ഞാൻ ആവർത്തിക്കുന്നില്ല, 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് തകർത്തെറിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കുക, ആ കേരളത്തെ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കുക, അതാണ് പുതുയുഗയാത്രയിൽ ഒരു പുതുയുഗ പിറവിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു വികസനോന്മുഖ ക്ഷേമ ഭരണം കേരളത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. 10 വർഷക്കാലത്തെ തുടർഭരണത്തിലൂടെ കേരളത്തെ 25 വർഷക്കാലം പുറകോട്ട് നയിച്ച ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇന്നലകളിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ക്രിയാത്മകമായ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, പാർലമെന്റിൽ ഇന്ത്യൻ പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ അവിടെ നടന്ന വൻപിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ 5 കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. എനിക്ക് പ്രിയപ്പെട്ട മുന്നണി പ്രവർത്തകരോട് വിനയപരിശ്രമം അഭ്യർത്ഥിക്കാനുള്ളത്, ഈ 10 വർഷക്കാലത്തെ ജനവിരുദ്ധ ഭരണത്തെക്കുറിച്ചുള്ള വിശദീകരണം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് കൂടി ജനങ്ങളോട്, വോട്ടർമാരോട് വിശദീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. കേവലം നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല, പോസിറ്റീവ് പൊളിറ്റിക്സ്. അതാണ് UDF ഈ പ്രാവശ്യം മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും KSRTC ബസ്സിൽ സമ്പൂർണമായും സൗജന്യമായ യാത്ര. ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പ്രതിമാസം 1000 രൂപയുടെ വിദ്യാഭ്യാസ ധനസഹായം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതിയാണ്. അതിന്റെ പരമാവധി സാമ്പത്തിക ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ 25 ലക്ഷം രൂപയുടെ പരിധി വരെയുള്ള മുഴുവൻ ചികിത്സകൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരള ഗവൺമെന്റ് നടപ്പാക്കും, UDF ഗവൺമെന്റ് നടപ്പാക്കും. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ, 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. ഈ രാജ്യത്തുനിന്ന് ഏറ്റവും കൂടുതൽ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളാണ്, മുതിർന്നവരാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വയോജന സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായ വകുപ്പ്, പ്രത്യേകമായ മന്ത്രാലയം രൂപീകരിക്കും. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീ ശാക്തീകരണം, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, വിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരണം,
വയോജനങ്ങൾ ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെയുള്ള ക്രിയാത്മകമായ പദ്ധതികൾ കേരളത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ മേഖല, വ്യാവസായിക മേഖല, വാണിജ്യരംഗം, സാമൂഹിക രംഗം, മതനിരപേക്ഷതയിലും സാമുദായിക സൗഹൃദത്തിലും അധിഷ്ഠിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട്, അങ്ങനെ വ്യക്തമായ നയവും കൃത്യമായ നിലപാടും കർമ്മപരിപാടികളും കേരളത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 10 വർഷക്കാലത്തെ ഭരണം തകർത്തെറിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ തിളക്കമാർന്ന വിജയം കൈവരിച്ചുകൊണ്ട് ഒരു സംശയവും വേണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, UDFന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ മെയ് മാസത്തിൽ അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിലോമകരമായ പ്രവർത്തനങ്ങളാണ് കേരളത്തെ സാമുദായികമായ വിഭാഗീയത വളർത്തി, മതപരമായിട്ടുള്ള സ്പർദ്ധ വളർത്തി കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കാനും സാമുദായികവൽക്കരിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്കാണ് പിണറായി വിജയൻ CPM നേതൃത്വം കൊടുക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കോൺഗ്രസിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേവലമായ വോട്ടിന്റെ വ്യത്യാസത്തിൽ 5000 വോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കരയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ UDF ജയിക്കുമായിരുന്നു. അങ്ങനെ കൈവഴുതിപ്പോയ വിജയം വീണ്ടെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്ര നിയോഗം പോലെയാണ് അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനം നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല, മുൻകൂട്ടി തയ്യാറാക്കിയത് തിരക്കഥയനുസരിച്ച് വന്നതുമല്ല. സ്വാഭാവികമായ രാഷ്ട്രീയ പരിണാമമാണ് ഐഷ പോറ്റി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അവർക്ക് ഈ നിയോജക മണ്ഡലത്തിലുള്ള പൊതു സ്വീകാര്യത, സർവസമ്മതി, അതിനെ ആകെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് 10 വർഷക്കാലത്തെ ഇടതു ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിൻ്റെ ദുഷ്ഫലങ്ങൾ ജനങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ബോധവൽക്കരിക്കുക. UDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന ക്രിയാത്മകമായ പദ്ധതികൾ ജനങ്ങളുമായി, പ്രത്യേകിച്ചും പുതുതലമുറയുമായി ആശയവിനിമയം നടത്തുക. 3, ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഐഷ പോറ്റി എന്ന, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരള സമൂഹത്തിൻ്റെയും കൊട്ടാരക്കരയുടെ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും വലിയ സ്വീകാര്യത ആർജിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ സവിശേഷത, ഈ 3 ഘടകങ്ങളും ഫലപ്രദമായി ക്യാമ്പയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഐഷ പോറ്റി അത്യുജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ആ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിനാകെ നേതൃപരമായ പങ്കുവഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള ഒരു വലിയ ദൗത്യമാണ്, ചരിത്രപരമായ ഒരു ദൗത്യമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിലെ UDF നിയോജക മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. ആ ചരിത്രപരമായ നിയോഗം അത്യുജ്വലമായ വിജയമായി പരിണമിക്കുന്നതിന് ഇന്ന് ഔപചാരികമായി ഇവിടെ ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ തുടർ പ്രവർത്തനങ്ങൾ സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി UDFന്റെ പ്രതിനിധിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഐഷ പോറ്റിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അത്യുജ്വല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏപ്രിൽ മാസം 9-ാം തീയതി അവസാനത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്നതുവരെ വിശ്രമരഹിതമായി പ്രവർത്തിക്കാൻ, പ്രതിലോമകരമായ എല്ലാ അപവാദ പ്രചാരങ്ങളെയും, എനിക്കറിയാം 2014 LDF വിട്ട് UDF വന്നപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള വിമർശനങ്ങൾ, ഏറ്റവും വലിയ സൈബർ പ്രത്യാക്രമണങ്ങൾ,
അതിനെ അതിജീവിക്കാൻ ഞാൻ അഭിമാനബോധത്തോടു കൂടി പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രവർത്തകരും UDF പ്രവർത്തകരും നൽകിയ പിന്തുണ ഞാൻ ഒരു സംശയവും വേണ്ട ഐഷ പോറ്റിക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. വളരെ 100% സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ UDF ഈ ദൗത്യം ഏറ്റെടുക്കും. നിങ്ങൾക്കെതിരായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിലോമകരമായിട്ടുള്ള സൈബർ ആക്രമണം, അപവാദ പ്രചരണം, അതിനെ അതിജീവിക്കാനുള്ള ജനകീയ അടിത്തറയും കരുത്തും ശക്തിയും ഇന്ന് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കുമുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏപ്രിൽ 9 അവസാന വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്നതുവരെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്, ഈ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർമ്മരംഗത്തിറങ്ങാൻ മുഴുവൻ മുന്നണി പ്രവർത്തകരും സന്നദ്ധമാകണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.